രാഹുൽ ഗാന്ധി രാവിലെ തന്നെ വയനാട്ടിലേക്ക് എത്തുകയാണ്. 11 മണിയോടെ കൽപ്പറ്റയിൽ നടക്കുന്ന റോഡ് ഷോ നയിക്കും. മുപ്പൈനാട് ഗ്രാമപഞ്ചായത്തിലെ തലയ്ക്കൽ ഗ്രൗണ്ടിൽ ഹെലികോപ്റ്ററിൽ എത്തുന്ന രാഹുൽ ഗാന്ധി റോഡ് മാർഗം ആണ് റോഡ് ഷോ ആരംഭിക്കുന്ന കൽപ്പറ്റ പുതിയ ബസ് സ്റ്റാൻഡിൽ എത്തുന്നത്. KPCC പ്രസിഡന്റ് കെ സുധാകരൻ, രമേശ് ചെന്നിത്തല, PK കുഞ്ഞാലിക്കുട്ടി, അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ ഉൾപ്പെടെയുള്ള നേതാക്കൾ റോഡ് ഷോയിൽ പങ്കെടുക്കും. 7 നിയമസഭാ മണ്ഡലങ്ങളിലെ പ്രവർത്തകർ റോഡ് ഷോയിൽ അണിനിരക്കും. സിവിൽ സ്റ്റേഷൻ പരിസരത്ത് റോഡ് ഷോ അവസാനിച്ച ശേഷം ഉച്ചയ്ക്ക് 12 മണിയോടെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. നാളെ സ്മൃതി ഇറാനിയും വയനാട്ടിലേക്ക് എത്തുന്നുണ്ട്. K സുരേന്ദ്രന്റെ റോഡ് ഷോയിൽ ആണ് പങ്കെടുക്കുന്നത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി CV അനുമോദും ഡാൻ കുര്യനും ആണ് ചേരുന്നത്. ആദ്യം അനുമോദിലേക്ക്. അനുമോദ്, രാഷ്ട്രീയ കേരളം ഇന്നത്തെ ദിവസം തീർച്ചയായും വയനാട്ടിലേക്ക് ചുരുങ്ങും എന്നതിൽ തർക്കമില്ല. കാരണം 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഗതി നിർണയിച്ചതിൽ നിർണായകമായിരുന്നു രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം. വയനാട് എങ്ങനെയാണ് ഒരുങ്ങിയിട്ടുള്ളത്? അഭിലാഷ്, രാഹുൽ ഗാന്ധിയുടെ വരവിനായി വയനാട് കാത്തിരിക്കുകയാണ്. വയനാട് മാത്രമല്ല, മലബാർ ഒന്നാകെ. കാരണം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം വയനാട്ടിൽ രാഹുൽ മത്സരിക്കുന്നുവെന്ന് പ്രഖ്യാപനം വന്നതിന് ശേഷം രാഹുൽ ആദ്യമായാണ് വയനാട്ടിലെത്തുന്നത്. ഇന്ന് പത്രികാ സമർപ്പണത്തിന് മുൻപുള്ള റോഡ് ഷോ അതുകൊണ്ട് തന്നെ ഒരു ശക്തി പ്രകടനമാക്കി മാറ്റുകയാണ് കോൺഗ്രസും UDF-ഉം ലക്ഷ്യമിടുന്നത്. വയനാട് പാർലമെന്റ് നിയോജക മണ്ഡലത്തിന്റെ ഭാഗമായിട്ടുള്ള 7 അസംബ്ലി മണ്ഡലങ്ങളിൽ നിന്നുള്ള പ്രവർത്തകരാണ്, 10,000-കണക്കിന് പ്രവർത്തകരെയാണ് ഈ റോഡ് ഷോയിൽ പങ്കെടുപ്പിക്കാൻ വേണ്ടി ഇവിടേക്ക് എത്തിക്കുന്നത്. നമുക്കറിയാം, 5 വർഷം മുൻപ് അദ്ദേഹം ആദ്യമായി വയനാട് മത്സരിക്കാൻ എത്തിയ സമയത്ത് കോഴിക്കോട് മുതൽ അദ്ദേഹത്തിന് സ്വീകരണങ്ങൾ നൽകിയിരുന്നു. അതേ തരത്തിൽ തന്നെ വയനാട് വന്നിറങ്ങുമ്പോൾ അവിസ്മരണീയമായ ഒരു സ്വീകരണം നൽകി, ഒരു ശക്തി പ്രകടനമാക്കി മാറ്റി. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് ഔദ്യോഗികമായി തുടക്കമിടുകയാണ്, അല്ലെങ്കിൽ അതിന്റെ രണ്ടാം ഘട്ടത്തിന് തുടക്കമിടുകയാണ് കോൺഗ്രസ് ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ തവണത്തേക്കാൾ രാഹുൽ ഇപ്പോൾ മണ്ഡലത്തിൽ സുപരിചിതനാണെന്നും തങ്ങളുടെ വിഷമങ്ങൾ ഘട്ടങ്ങളിൽ ഓടിയെത്തുന്ന, എത്ര അകലെയാണെങ്കിലും ഓടിയെത്തുന്ന ഏറ്റവും പ്രിയപ്പെട്ട ഒരാളാണെന്നും രാഹുൽ ഗാന്ധി അങ്ങനെ മാറിയിട്ടുണ്ടെന്നുമാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ. സ്വാഭാവികമായിട്ടും കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ തവണത്തേക്കാൾ മികച്ച ഭൂരിപക്ഷമാണ്. കഴിഞ്ഞ തവണ 4,31,000 ആണെങ്കിൽ ഇത്തവണ 5 ലക്ഷത്തോളം വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടെ രാഹുലിനെ വിജയിപ്പിക്കാനുള്ള പരിശ്രമത്തിലാണ് UDF ഉള്ളത്. രാഹുലിന്റെ ഈ ഒരു സാന്നിധ്യം വയനാട് മാത്രമാകില്ല, കേരളത്തിൽ വിവിധ മണ്ഡലങ്ങളിൽ അദ്ദേഹത്തിന്റെ പ്രചരണത്തിന് അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഉണ്ടാകും. അത് കേരളത്തിൽ UDF-ന് വലിയ പ്രതീക്ഷ നൽകുന്നതാണ്. കാരണം കഴിഞ്ഞ തവണ 19 സീറ്റ് എന്ന വലിയ നമ്പറിലേക്ക്, മാജിക്കൽ നമ്പറിലേക്ക് UDF-ന് എത്താൻ സാധിച്ചത് രാഹുൽ ഗാന്ധിയുടെ കൂടി സാന്നിധ്യം കൊണ്ടാണെന്ന് വിലയിരുത്തലുണ്ട്. സ്വാഭാവികമായിട്ടും ഇത്തവണയും രാഹുൽ മത്സരിക്കുമ്പോൾ കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ സുപരിചിതനായ ഒരു രാഹുൽ ഗാന്ധി കേരളത്തിൽ വീണ്ടും മത്സരിക്കുമ്പോൾ അതിന്റെ ഗുണം കേരളത്തിൽ ഒന്നാകെ ഉണ്ടാകുമെന്ന കണക്കുകൾ തന്നെയാണ് UDF-നുള്ളത്. ഇന്നത്തെ പരിപാടികൾ അദ്ദേഹം 11 മണിയോടെ ഇവിടെ ഹെലികോപ്റ്ററിൽ വന്നിറങ്ങുന്നു. അതിനുശേഷം കൽപ്പറ്റയിലെ പുതിയ സ്റ്റാൻഡ് പരിസരത്ത് നിന്നും റോഡ് ഷോ ആരംഭിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, റോഡ് ഷോ സമാപിക്കുന്നതിന് മുൻപ് അദ്ദേഹം വോട്ടർമാരോട് സംസാരിക്കുമെന്നുള്ളതാണ്. തന്നെ കേൾക്കാൻ കാത്തിരിക്കുന്നവരോട് അദ്ദേഹം സംസാരിക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ ഇലക്ഷന് മുൻപ് അദ്ദേഹം ആദ്യമായിട്ടായിരിക്കും വയനാട്ടിൽ അങ്ങനെ ഒരു ആശയ സംവാദം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു വാക്കുകൾ കേൾക്കുവാൻ വോട്ടർമാർക്ക് അവസരം കിട്ടുന്നത്. എന്താണെങ്കിലും അതിനുശേഷമായിരിക്കും അദ്ദേഹം പത്രികാ സമർപ്പണത്തിനായി കളക്ടറേറ്റിലേക്ക് പോവുക. തുടർന്ന് 2:30 വരെ അദ്ദേഹം വയനാട്ടിൽ തന്നെ ഉണ്ടാകും. നമുക്കറിയാം, UDF-ന്റെ നേതാക്കളെല്ലാം രാഹുൽ ഗാന്ധിയുടെ ഈ റോഡ് ഷോയിൽ പങ്കെടുക്കുവാൻ വേണ്ടി 10 മണിയോടെ 10:30യോടെയൊക്കെ വയനാട്ടിലേക്ക് എത്തും. PK കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള ലീഗ് നേതാക്കൾ, അതുപോലെ തന്നെ കോൺഗ്രസിന്റെ ഉന്നത നേതാക്കളായ KPCC അധ്യക്ഷൻ K സുധാകരനും KC വേണുഗോപാലും അടക്കമുള്ളവരും ഈ ഒരു റോഡ് ഷോയുടെ ഭാഗമായിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇന്ന് ഈ റോഡ് ഷോയ്ക്ക് ശേഷം, പത്രികാ സമർപ്പണത്തിന് ശേഷം 2:30 വരെ സമയമുള്ളതിനാൽ അടുത്ത ഘട്ട തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾ ആ സമയത്ത് ആലോചനകൾ നടക്കും. എന്താണെങ്കിലും രാഹുലിന്റെ രണ്ടാം വരവ് ഈ മാസം തന്നെ ഉണ്ടാകും. ഈ മാസം 15, 16 തീയതികളായിട്ടാണ് ഉണ്ടാവുക എന്നാണ് ലഭ്യമാകുന്ന വിവരം. അന്ന് അദ്ദേഹം ഏതെല്ലാം മണ്ഡലങ്ങളിൽ പോകും, എവിടെയെല്ലാം പ്രചാരണം നടത്തുമെന്നുള്ള കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമെടുക്കുന്ന യോഗത്തിലായിരിക്കും. അതുകൊണ്ട് തന്നെ UDF-നെ സംബന്ധിച്ച് വളരെ നിർണായകമായ ദിവസം തന്നെയാണ് ഇന്ന് വയനാടിന്റെ.